അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുക, നമ്മളെ മൂവി മൊത്തത്തിൽ 2 ഇമോഷൻസാണുള്ളത്. ഒന്ന് ഭയങ്കര ഒന്ന് രോമാഞ്ചം, രണ്ടാമത്തെ ഫണ്ട് നമ്മൾ ഓൾറെഡി പ്രതീക്ഷയാണ് പോയത്. പക്ഷേ ഇങ്ങനെ രോമാഞ്ചം അടുപ്പിച്ച് കളയുമെന്ന് സത്യം പറഞ്ഞാൽ ട്രെയിലർ കണ്ടപ്പോൾ പോലും വിചാരിച്ചില്ല. പിന്നെ മലയാളം മൂവിൻ്റെ ആ ഒരു പോക്ക് സത്യം പറയാലോ, എല്ലാവരും പറയുന്നതാണ് പണ്ടത്തെ മൂവീസിനാണ് ഇത്. കഥയ്ക്ക് കഥ എല്ലാം ഇപ്പോൾ ഒരു ഫാമിലിയിലാണ് വന്ന് കാണുന്നതെങ്കിലും, ആക്ഷൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിലും കോമഡി ഇഷ്ടമുള്ളവർക്കാണെങ്കിലും ഏത് മേഖലയിലുള്ള ആൾക്കാർക്കും ഫുള്ള് എൻഗേജ് ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവി കാണാം. സത്യം പറയാലോ, നാളെ ഞാൻ പറയുന്ന അധികം വെയിറ്റ് ചെയ്യാതെ ഇപ്പം തന്നെ പോയി കാണാം. പിന്നെ എന്തായാലും ഞാൻ ഒന്നും കൂടെ എന്തായാലും വരുന്നതായിരിക്കും. ഞാൻ ചിലപ്പോൾ 1 2 ഞാൻ അങ്ങനെ റിപ്പീറ്റ് അടിച്ച് മൂവി കാണുന്ന ഒരാളല്ല. പക്ഷെ സത്യം പറയാലോ, ഞാൻ കാണും ഒരു 3 വട്ടമെങ്കിലും മിനിമം ഞാൻ കാണാതെ പോകത്തില്ല. കാരണം അത്ര അടിപൊളിയായിട്ടാണ് മേക്ക് ചെയ്തേക്കുന്നത്. എനിക്ക് വേറൊരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമാണ്. ബാക്കിയുള്ള ഇൻഡസ്ട്രീനേക്കാളും ഒക്കെ കടത്തി വിട്ട് ഹോളിവുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും കളിയാക്കുമായിരിക്കും. പക്ഷെ നമുക്ക് കണക്റ്റ് ആവുന്ന, നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമുക്കും കൂടെ കുറച്ചും കൂടെ ഇതാവുന്ന രീതിയിൽ മലയാള ഇൻഡസ്ട്രി ഇത്രയും മുകളിലോട്ട് പോകുന്ന കാര്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു. അതിനകത്തിപ്പം വേറൊരു കാര്യം ഞാൻ എടുത്ത് പറയേണ്ട കാര്യമാണ്, മൂവിയിൽ ഉള്ള കാര്യമാണ്. എനിക്കൊരു മതത്തിൻ്റെ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് വേറൊരു മതമായൊരു ഇപ്പോൾ വേറൊരു മതം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്തുവാ, ഇതൊക്കെ വെറും മായയാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളിത് മാറും. അതുപോലെ തന്നെ ഡബിൾ മീനിങ് ഇല്ലാതെ, അതുപോലെ തന്നെ റാസിസം ഇല്ലാതെയും ഫണ്ട് കൊണ്ടുവരാൻ പറ്റും, ആൾക്കാരെ എൻഗേജ് ചെയ്യിക്കാൻ പറ്റും എന്നൊക്കെ നമ്മളെ മൂവി ഇപ്പം കാണിച്ചു തരുന്നുണ്ടെങ്കിൽ പഴയ സിനിമകളൊക്കെ എന്ത് നല്ലതാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരുപാട് റാസിസം കോമഡീസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ചിരിപ്പിച്ച അതുപോലെയൊന്നും അല്ല. ഇത് അടിപൊളി സീന് സാധനം. നാളെ തന്നെ പോയി കാണാം. ഒരുപാട് വെയിറ്റ് ചെയ്യരുത്. കാരണം 1 2 വട്ടം നിങ്ങൾക്ക് കാണാൻ തോന്നും. അപ്പോൾ പിന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവസരം നഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് എല്ലാവരും കാണാം. ഫസ്റ്റ് ഷോ കാണുന്നൊരു കലാകാരനാണ്. അടുത്ത കാലങ്ങളിൽ കണ്ടാൽ വെച്ച് ഏറ്റവും നല്ല തമാശയും മറ്റുള്ള ഒരാൾ ഇപ്പോൾ ഇവിടെ വന്നതിൽ ഒരാളൊഴിച്ച് ബാക്കി ആരും ഇത് നെഗറ്റീവ് പറഞ്ഞായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം അത് മൊത്തം നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. നെഗറ്റീവ് പറയുന്നവർക്ക് നെഗറ്റീവ് പറയാനേ സമയം കാണും. ഞാനൊരു ഓൾഡ് ജനറേഷനാണ്. ഈ ഓൾഡ് ജനറേഷനിൽ എനിക്ക് ആ പടം ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുവെച്ചാൽ ഇത്രയും നല്ലൊരു ഞാൻ ഇഷ്ടം പോലെ എൻജോയ് ചെയ്തു. ഒരു എഴുന്നേറ്റത് കൈയടിച്ചെന്ന് തന്നെ പറയാം. കാരണം ലാസ്റ്റ് രംഗം എന്ന് വെച്ചാൽ ജയസൂര്യക്ക് വരുന്ന രംഗം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, എന്ന് വെച്ചാൽ മനസ്സിൽ പെട്ടെന്ന രീതിയിലാണ്. ആട് 2 വരുന്ന രീതിയിൽ തന്നെയാണ്. നിങ്ങൾ 100% പൈസ കൊടുക്കുന്നവർക്ക് മുതലാവും, വസൂലാവും 100%. നിങ്ങൾ കഥയും തിരക്കഥയും നോക്കാൻ നിൽക്കരുത്. എൻജോയ്മെൻ്റാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഈ സിനിമ കാണാം, ടിക്കറ്റ് എടുക്കാം. നിങ്ങൾക്കത് 100% പ്രോഫിറ്റ് തന്നെയാണ്. അതാണ് എൻ്റെ അഭിപ്രായം. ബ്രോ, പടം വൈസ് നോക്കുമ്പോഴത്തേക്കും ആട് 1 2 1 ഒരു പരാജയപ്പെട്ട പടമാണ്. അത് 2 വന്ന് ഹിറ്റായി. ഇപ്പോൾ അതിനെ വീണ്ടും 3 തന്നെ 2 പാർട്ടാക്കി ഇറക്കുന്ന സംശയങ്ങളുണ്ട്. പടത്തിലോട്ട് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഹാഫ് ഒരു ഓക്കേഷ് ഫീലാണ് ഫീൽ ചെയ്തത്. കാരണം പ്രസൻറ്റ് പോർഷൻസ് പിന്നെ ഫസ്റ്റ് ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞ ഒരു രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഇവിടെ ഒരു ഓക്കേഷ് ഫീലാണ് നിർത്തിയത്. പക്ഷേ ഫസ്റ്റ് ഹാഫിലെ സുൽത്താന പാട്ടും വേദികയുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ പക്കയായിരുന്നു. പിന്നെ വൈസ് നോക്കുമ്പോഴത്തേക്കും ഇവരെ കോമഡികളെല്ലാം പ്രസൻറ്റ് പോർഷൻസിലെ കോമഡികളെല്ലാം ഫസ്റ്റ് ഹാഫിൽ പക്ക വർക്കിംഗ് ആണ്. സെക്കൻഡ് ഹാഫിലൂടെ വന്നപ്പോഴത്തേക്കും അത് മാറി. പടത്തിൻ്റെ ആ ഒരു ഗിയർ ചേഞ്ചിങ് മൊമെൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ പടം മൊത്തത്തിൽ മാറ്റിക്കളഞ്ഞു. അത് ഡൂഡിൻ്റെ സെക്കൻഡ് എൻട്രി ഉണ്ട്. ആ എൻട്രിയോടെ പടം കയറിക്കൊള്ളും. പ്രസൻറ്റ് പോർഷൻസും ഫാസ്റ്റ് കൂടെ എങ്ങനെ കളക്ട് ചെയ്യണം എന്നുള്ള ആ ഒരു കഥ അതിലോട്ട് കൊണ്ടുവരുമ്പോഴാണ് പടത്തിലെ മെയിൻ ഇതായി പറഞ്ഞത്. സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം മാറി ഫുൾ ഔട്ട് ഓഫ് ഒരു കോമഡിയും കാര്യങ്ങളായിട്ട് ആട് 1 അതിനുശേഷം എനിക്ക് 3 പിന്നെ 2 ഇഷ്ടപ്പെട്ടത്. ആ ഒരു ഇതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. ഓരോരുത്തർക്കും ഓരോ രീതി ഫീൽ ചെയ്യാം. കാരണം കോമഡി മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇതിൽ കഥയും ഇതെന്തിനും ഇങ്ങനത്തെ കഥയെ കൊണ്ടുവരണത് ഇത് അവിടെ ഇവിടെ തൊടാൻ കൊണ്ട് നിർത്തിയില്ലേ. കാരണം അങ്ങനെയുള്ള ഡൗട്ടുകളിൽ പാർട്ട് 2 കൊണ്ടൊരു ഹിൻഡ് കൊടുത്താണ് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പടം ഫുള്ളായിട്ട് തീർത്തിട്ടില്ല. പാർട്ട് 2 ഇനി ബാക്കി കഥ വരുന്നത്. ഇവരിപ്പോൾ ഒരു കണക്ഷനിൽ കൊണ്ട് നിർത്തിയ എൻ്റെ ക്രെഡിറ്റ്സ് അത്യാവശ്യം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് പറയാനുള്ളത് വെച്ചാൽ കോസ്റ്റ്യൂം വൈസ് നോക്കുമ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പോൾ ആട് 1 2 ഇത്രയും വർഷത്തെ ഗ്യാപ്പ് വരും. പക്ഷേ അതൊന്നും ആ കോസ്റ്റ്യൂമിൽ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഫാസ്റ്റിൽ എല്ലാവരെയും കോസ്റ്റ്യൂംസ് ആ ഒരു രാജകീയ ഫീലും പണ്ടത്തെ ആ ഒരു ഇത് കൊണ്ടുവരാൻ കോസ്റ്റ്യൂം ഡിസൈനറെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ആർട്ട് വർക്കും ഡയറക്റ്റും മിഥുമേനൊക്കെ ഒരു രക്ഷയില്ല. കോമഡിയിൽ അങ്ങേര് വേറെ ലെവലാണ്. കാരണം ആട് 1 2 എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് 3. ഉറപ്പായിട്ടും പെരുന്നാളിന് ഫാമിലിയായിട്ട് ആഘോഷിക്കാൻ പറ്റിയ പടം തന്നെയാണ്. ഫുൾ കോമഡി പടമാണ്. പടം എന്തായാലും തോന്നും. നെഗറ്റീവ് വരുന്നുണ്ട്. നെഗറ്റീവ് പറഞ്ഞതെന്ന് വെച്ചാൽ കൂടുതലും ഈ പടത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഹാഫ് ഒരു ഓക്കേഷ് ഫീൽ നമുക്ക് ഫീൽ ചെയ്തെങ്കിൽ പുറത്തുള്ളവർക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് വരാൻ. സെക്കൻഡ് ഹാഫ് വൈസ് നോക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അത് കണക്റ്റ് ആവുന്നുണ്ട്. ചിലർക്ക് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം. ടൈം ലൈൻ പടമില്ല. അവർ ആദ്യമേ പറഞ്ഞ ടൈം ട്രാവൽ പടമാണ് അത്. പക്ഷേ ടൈം ട്രാവലിൽ കോമഡി കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അതിൽ മിഥുൻ മേനോന് 100% വിജയിച്ചിട്ടുണ്ട്. കാരണം അവർ പടം നിങ്ങൾ കണ്ടു കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. കാരണം സെക്കൻഡ് ഹാഫ് വൈസ് നോക്കുമ്പോഴത്തേക്കും പടത്തിൽ നമുക്ക് അതുവരെ തോന്നിയ നെഗറ്റീവ് അല്ല സെക്കൻഡ് ഹാഫ് പടം തീരുമ്പോഴത്തേക്കും മാറുകയാണ്. കാരണം പാർട്ട് 2 ഒരു ഹിൻഡ് കൊണ്ടിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇനി പാർട്ട് 2 കണ്ടിട്ട് അതിനുശേഷം നമുക്ക് മൊത്തത്തിൽ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഓക്കെ. ഇതൊരു പടത്തിൻ്റെ പകുതിയിൽ കൊണ്ട് നിർത്തിയിട്ട് നെഗറ്റീവ് പറഞ്ഞാൽ യാതൊരു കാര്യമില്ല. പക്ഷേ പടം നോക്കും ഫാമിലി ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. കാരണം നല്ല കോമഡിയാണ്.